നേവ ജയചന്ദ്രൻ GHSS നടക്കാവ്. നേവയുടെ ഒരു തോട്ടം എന്താണ്? നേവയുടെ ഒരു തോട്ടം എന്താണ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഹലോ, പറയൂ. ഇപ്പോൾ സ്പോർട്സിന്റെ കാര്യം കൂട്ടുകാരൻ പറഞ്ഞു. സ്പോർട്സിൽ എത്തിപ്പെടുന്ന കൂട്ടുകാരും ഇങ്ങനെയുള്ള ലഹരിയിലേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം ഉന്നയിക്കുകയുണ്ടായി. അതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം സ്പോർട്സിലുള്ള കുട്ടികളിലും ലഹരി പിടിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളും ലഹരിയിലേക്ക് എത്തിപ്പെടുന്നു ഉള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിലിപ്പോൾ സ്റ്റീരിയോയിഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ വാർത്തകൾ കേൾക്കുന്നതാണ്. അപ്പോൾ സ്പോർട്സിന് മാത്രമായിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ സ്പോർട്സിലൂടെ കഴിയും എന്നുള്ളതും ശരിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം അത് ദൃഢമാക്കുക. ഞങ്ങൾ ജീവിക്കുന്ന ഈ സൊസൈറ്റി, അതിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പലതും പഠിച്ചെടുക്കുന്നത്. ഇപ്പോൾ 19s 20s ഈ 2K കിഡ്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക താരതമ്യം വല്ലാതെ വരുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി പഠിക്കുന്ന പ്രായത്തിൽ അവൻ്റെ കയ്യിൽ പുസ്തകമല്ല പകരം ലഹരിയാണെങ്കിൽ അത് സമൂഹത്തിൻ്റെ വീഴ്ചയാണ്, എൻ്റെ പരാജയമാണ്, നമ്മുടെ പരാജയമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് പല കാരണങ്ങൾ. ഇപ്പം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കരുതൽ, സ്നേഹം, അരക്ഷിതാവസ്ഥ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലഹരിനെ തടയാൻ വേണ്ടിയിട്ടുള്ളത്. കാര്യം നമ്മൾ വീട്ടുകാരുമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പല സമയത്തും നമ്മൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അത് പാടില്ല എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ പടുത്തുയർത്തുക. ഇപ്പോൾ പിയർ ഗ്രൂപ്പിൻ്റെ കാര്യം പറയുന്ന സമയത്ത് തന്നെ നമ്മൾ എത്തിപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ് അതെങ്ങനെയാണെന്നുള്ള തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ എത്തുന്ന സ്ഥലത്ത് അത് തെറ്റായ പാതയാണോ എന്നുള്ള തിരിച്ചറിവ് അതുണ്ടാകാനുള്ള ഒരു ബോധം ആ കുട്ടിയിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുന്ന് തിരികെ നടക്കാനുള്ള ഒരു എന്താ പറയുക ആ ഒരു ത്രാണി ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ സ്പോർട്സിലേക്ക് മാത്രം മാറാതെ തന്നെ നല്ല കൂട്ടുകെട്ടുകളിലേക്ക് കുട്ടികളെ എത്തിക്കുക. ഇതൊക്കെ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ തൻ്റെ കുട്ടി ആരുമായിട്ടാണ് ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് രക്ഷിതാവ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോ പിയർ ഗ്രൂപ്പിലെയും കുട്ടികൾ എങ്ങനെയാണ് അവരെങ്ങനെയാണ് ഏത് പാതയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് എന്നുള്ളത് അധ്യാപകരും അറിഞ്ഞിരിക്കണം. ഇതിനു വേണ്ടിയിട്ട് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും സമൂഹം തന്നെ കുട്ടികളായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്.